നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചവിട്ടാത്തത് വളരെ നിസ്സാര പണിയല്ല ഗൈസ്. അപ്പൊ നമ്മള് ഹായ് പറ. ഹായ്, ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ വാഗമണാണ് നിൽക്കുന്നത്. അപ്പോൾ വാഗമൺ വ്ളോഗാണിത്. വാഗമൺ നമ്മൾ 2 ഡേ ഉണ്ട്. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ, പക്ഷെ നല്ല ക്ലൈമറ്റ് അല്ലേ? അതെ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്ലാസ് ബ്രിഡ്ജിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. പക്ഷെ നമുക്ക് ടൈം എന്ന് പറയുന്നത് 1:15 അപ്പോൾ നമ്മൾ അതുവരെ ഇവിടെ ചുറ്റി കറങ്ങിയിട്ട് വേണം നമുക്ക്, എന്നാലും അപ്പോഴേ കയറാൻ പറ്റുള്ളൂ. സോ ബാക്കി കാണാം. ഗൈസ്, അപ്പോൾ നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ബോട്ടിങ്ങിന് അങ്ങോട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ കയറും. സോ നോക്കാം. ഇവിടെ നല്ല ക്ലൈമറ്റാണ്. നല്ല ഫുൾ മഞ്ഞൊക്കെ മൂടിയാണ് നിൽക്കുന്നത്. ക്യാമറ കാണാൻ പോകുന്നുണ്ടോ? ബാക്കിൽ കണ്ടോ? ഫുൾ മഞ്ഞ് മൂടിയിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. കണ്ടോ, ഇവിടെ ഫുള്ള് നേരത്തെ നല്ല പ്ലെയിൻ ആയിട്ട് കിടന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പം ഫുൾ മഞ്ഞുണ്ട്, മൂടി. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ ഫുൾ റെഡി ആയിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും സെറ്റായി. നമ്മൾ പോണ ബോട്ടിൻ്റെ പേരെന്താണ്? പെഡൽ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളെ കൂട്ടി പോകണം. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. കാലൊക്കെ വേനെടുക്കണം ഗായ്സ്. ഇത് നിസ്സാര പണിയല്ല. ഞാൻ ചവിട്ട തന്നെ. പക്ഷെ ഭയങ്കര ടയറിങ് ആണ് ഗായ്സ്. കുറച്ച് നേരമൊക്കെ നമുക്ക് പോകാം. പക്ഷെ പിന്നെ നമ്മളത്തേക്കും കാലൊക്കെ വേനെടുക്കണം. കുറെ ഒരു സൂചിച്ചിരിപ്പുണ്ട് ചവിട്ടാതെ. നമ്മളാണ് കഷ്ടപ്പെട്ട് ചവിട്ടുന്നത് അല്ലേ അച്ഛാ? കേട്ടോ, നമ്മളാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ചവിട്ടുന്നത്. വലിയ വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലാന്നെങ്കിൽ ഇപ്പൊ വെയിലത്ത് കരിഞ്ഞും കൂടെ പോയേനെ. അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി ഗായ്സ്. അബി, ബോട്ടിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാന്നാ? കൊച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? എത്തി വീഴൂല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചവിട്ടാത്തത് വളരെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, പുതിയൊരു എക്സ്പീരിയൻസ്. ആദ്യം പേടിച്ചൊക്കെ നിന്നെങ്കിലും പിന്നെ 2 കൽപ്പിച്ചിറങ്ങി. പക്ഷെ എന്തായാലും കൊള്ളായിരുന്നു. എന്തായാലും ചവിട്ടിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ജാക്കറ്റ് ചൂടെടുത്ത് ചത്തു. ഗൈസ്, അപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് നടന്നെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് 1:10 ആകുമ്പോഴാണ് ഗ്ലാസ് ബ്രിഡ്ജിലെ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട്. ഇപ്പം 12:30 ആയതേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ വന്ന് ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണ് വന്നത്.
അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാനായിട്ട് നടക്കുകയാണ്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ കാണിച്ചത്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടോട്ടാണ് നമ്മൾ ഇതുവഴി നടന്ന് വേണം പോവാൻ. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോകണം. ഭയങ്കര റേറ്റാണ് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ്സൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ 250 ആണ് പെർ പേഴ്സൺ. ഒരു ഹ്യൂജ് എമൗണ്ട് ആണത്. അത്രയ്ക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ റേറ്റ് കൊടുത്ത് എന്താണ് അവിടെ കാണാനുള്ളത് നമുക്ക് നോക്കാം. ഗൗരി വഴി തെറ്റി പോണ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി, പക്ഷെ താഴെ നോക്കാൻ പറ്റണില്ല. താഴെ നോക്കിയാ പേടിയാവും. നടക്കാൻ പോലും പറ്റണില്ല. ഒരാട്ടം പോലെ. ഗ്ലാസ് ബ്രിഡ്ജ് പേടിച്ചൊന്നുമില്ല. ചെറുതായിട്ട് പേടിച്ചൊന്നുമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പേടിച്ചു, എല്ലാരും പേടിച്ചു, പിന്നെ ഞാൻ മാത്രം പേടിച്ചെന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്ത് പറയാ, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. വേർത്ത മണിയാണോ? പൈസക്ക് ഇതായിട്ടുള്ളതാണോ? തീർച്ചയായും തന്നെ. അപ്പൊ എല്ലാരും ഇവിടെ വരുമ്പം മസ്റ്റ് ട്രൈ ചെയ്യണം. ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ സ്റ്റേക്ക് വില്ലയാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ വില്ലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലെ താഴെ ആയിട്ടാണ്. നമുക്ക് താഴെ അവർക്ക് മേലെയാണ്. ഓക്കെ, ക്യുക്കായിട്ട് റൂം ടൂർ തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഒരു കുഞ്ഞ് ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ നമുക്കിവിടെ TV ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കിച്ചണുണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള കിച്ചൺ. പിന്നെ അതിന് നമുക്ക് ഇവിടെ താഴെ വരുന്നത് 2 ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ വേറൊരു ബെഡ്റൂം. ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ നമുക്ക് വാഷ് ബേസ് ഉണ്ട്. പിന്നെ ഒരു ബാത്റൂം നമുക്ക് നോക്കാം. വാവ്, ദ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണിയാണ്. പിന്നെ ഇവിടുത്തെ വ്യൂ, സെറ്റ് വ്യൂ. കണ്ട, ഇവിടെയാണ് നമുക്ക് 2 റൂമുള്ളത്. നേരെ നമുക്ക് ഒരു വീടുണ്ട്. സോ ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സൈറ്റ് സീയിങ് ഉണ്ട്. നമുക്കിവിടെ റൂം വെക്കേറ്റ് ചെയ്യേണ്ടത് ഒരു 11:30 എന്തോ ആണ്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പ്ലേസസ് കണ്ടിട്ട് നേരെ ഇവിടെ വന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മുടെ ലഗേജ് എടുത്തുകൊണ്ട് നമ്മൾ പോകും. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലഗേജ് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ടൈം 9 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. നമ്മളെല്ലാം റെഡിയായി നിൽക്കുവാണ്. സോ ഇന്നാണ് നമ്മൾ പൈൻ ഫോറസ്റ്റിലൊക്കെ പോകുന്നത്. അപ്പോൾ അത് പോകണം. പിന്നെ വേറെ കുറച്ച് പ്ലേസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിക്കും നേരെ വീട്ടിലാണ്. പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് സൈറ്റ് സീയിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഫോൺ എടുക്കാൻ പറ്റില്ല, ചാർജ് കുറവായിരുന്നു. പിന്നെ ഞാൻ ചാർജ് ഇട്ടിട്ടാണ് പോയത്. ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങ് പോയി. ഞാൻ വെച്ച് ഇവിടെ വന്നിട്ടാണ് പോകണമെന്ന്, പക്ഷെ വന്നില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചു. ഫുഡ് നമ്മൾ രാവിലെ ഇവിടെ നിന്നാണ് കഴിച്ചത്.
അപ്പോൾ ഇനി ബാക്കി സൈറ്റ് സീ പോയിട്ട് നോക്കാം. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇത്രയും നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. നേരത്തേക്ക് ഇവിടെ ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു, നമുക്കൊന്നും കണ്ടുകൂടാ. ഇവിടെയൊക്കെ ഫുൾ നമുക്ക് മഞ്ഞായിരുന്നു രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ. ഇപ്പോഴാണ് കുറച്ചെങ്കിലും വിസിബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് കാണാനായിട്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. സോ ബാക്കി കാണാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നേരെ മൊട്ടക്കുന്നിലാണ് എത്തിയിട്ടുള്ളത്. സോ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ പോവുകയാണ്. മൊട്ടക്കുന്നിനകത്ത് ഫുൾ മൊട്ടം വെയിലാണ് ഗായ്സ്. ഗൈസ് ഇവിടെ മൊത്തം വെയിലാണ്. പക്ഷെ നമ്മൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഓക്കെ, നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. രാവിലെയാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു സെറ്റ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞത് അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് കണ്ടു. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഗൈസ് ഇത് നമ്മൾ ഫോറസ്റ്റിനകത്ത് ഇരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ട ഫുൾ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിരിക്കുകയാണ് എല്ലാവരും. ഫോറസ്റ്റിനകത്താണ് ഇട്ട് വെച്ചിരിക്കണം ഗൈസ്. അപ്പൊ എല്ലാവരും ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കാൻ നടക്കുകയാണ്. സോ ഫോട്ടോ എടുക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്കിനി ഒരുപാട് ദൂരെ പോയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളിത് കഴിക്കാൻ കയറുകയാണ്. ഫുഡും കഴിച്ച് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി പുതിയൊരു വ്ളോഗുമായിട്ട് പിന്നെ വരാം. ബൈ.